കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് എത്രമാത്രം വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എഫേർട്ടാകും അതിൻ്റെ മീനിങ്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഓരോ ദിവസവും അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, നമ്മൾ ഓരോ ദിവസം എഴുന്നേൽക്കുന്നതും അത് നേടിയെടുക്കാൻ വേണ്ടിയാണോ, അതാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിപ്പോൾ അവസാനത്തെ ഒരു ടൈം എക്സാമിന് അടുത്തെത്തുമ്പോഴത്തേനും നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോപ്പിക്കിൽ പെർഫെക്ഷനിസ്റ്റ് ആകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ഒരു സബ്ജക്റ്റിൽ ഒരു പെർഫെക്ഷനിസ്റ്റ് ആകാൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ കുറേ നമുക്ക് വിട്ടുപോയ ചാപ്റ്റേഴ്സുകളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കൂടെ പറ്റത്തില്ല അല്ലേ. ഇപ്പോൾ അതിന് പകരം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു സംഭവത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി നിങ്ങൾ രാത്രിയും പകലും ഇല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ വർക്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അതിൽ പെർഫെക്ഷനിസ്റ്റ് ആകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നീറ്റ് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ഞാനിവിടെ മീൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് NCERT ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതല്ലാതെ നിങ്ങളുടെ MCQs ബുക്സുകൾ, അതല്ലാതെ PYQs ബുക്കുകൾ, അതല്ലാതെ കൺസെപ്റ്റ് ബുക്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അത് ഇനഫായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അടുത്ത 2 മാസം കഴിയുമ്പോഴത്തേനും അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഇതെല്ലാം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അന്ന് നിങ്ങൾ ഇതിൽ ഏത് ബുക്കാണ് മിസ്സേ പഠിക്കേണ്ടത് എന്നായിരിക്കും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നത്. സോ ആ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം നമ്മുടെ NEET 2023 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾ എത്രയാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. 21 ലക്ഷം കുട്ടികളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, 2022 തന്നെ 18 ലക്ഷം കുട്ടികളായിരുന്നു കഴിഞ്ഞ വർഷം എഴുതിയിരുന്നത്. അതുപോലെ 2021 16 ലക്ഷം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണ്, ഓരോ വർഷം കൂടുമ്പോഴത്തേനും നീറ്റ് എഴുതാനുള്ള കുട്ടികളുടെ ഒരു നമ്പർ കൂടി വരികയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. കാരണം ഈ പാരൻസ് പറഞ്ഞു വിടുന്നതാണോ അതോ ഇവർക്ക് താല്പര്യം കൊണ്ട് എഴുതുന്നതാണോ എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണെങ്കിലും ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 22 ലക്ഷം കുട്ടികളെന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ എത്ര അധികം ഉണ്ടാവും, എനിക്കൊക്കെ കിട്ടുമോ, ഇതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. 22 ലക്ഷം കുട്ടികളിൽ 50% കുട്ടികൾ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഈസി ആയില്ലേ? മനസ്സിലായോ ഞാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെപ്പോലെ ഇപ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന കുറേ കുട്ടികൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. മനസ്സിലായോ? എന്നാൽ കുറേ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ തിരിച്ച് എനിക്ക് കിട്ടും, എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇത്ര ആൾക്കാരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ നമ്പേഴ്സുകളുടെ ഇടയ്ക്കാണ് ഒരു വൻ കോമ്പറ്റീഷൻ വരുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് അത്യാവശ്യം ബാഡ് അല്ലാത്തൊരു റാങ്ക് മേടിക്കണം, നല്ലൊരു റാങ്ക് മേടിക്കണം, ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഈ കോമ്പറ്റീഷനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട. കാരണം അത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് അങ്ങനത്തെ ഒരു ഫസ്റ്റ് രീതിയിൽ ഫസ്റ്റ് ഫ്രണ്ടിൽ വരുന്ന റാങ്കുകളില്ലേ, ആ റാങ്കുകൾ തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടൈമിലാണ് ഒരുപാട് കുട്ടികൾ എനിക്കിത് കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നിലോട്ട് പോകുന്നൊരു ടൈം. നിങ്ങളും അതിൻ്റെ കൂടെ പിന്നിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളും അവരെ പോലെ ഒരാളായിട്ട് മാറും. എന്നാൽ ഒരുപാട് കുട്ടികൾ പിന്നിലോട്ട് ഈ ഒരു ബാക്ക് സ്റ്റെപ്പിലോട്ട് എടുത്ത് വയ്ക്കുമ്പോഴത്തേനും നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇല്ല എനിക്കിത് നേടണം, എനിക്ക് ഈ വർഷമാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു നല്ല കാര്യം നടക്കുന്ന വർഷം എന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പിന്നിലോട്ട് നിൽക്കുന്നവരെക്കാൾ ഓൾറെഡി നിങ്ങൾ ഫ്രണ്ടിലെത്തി കഴിഞ്ഞു മക്കളെ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് കൊണ്ടുപോകുന്ന കൺസിസ്റ്റൻസി,
അതിലാണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. സോ ഇനിയും വൈകിയിട്ടില്ല. ഞാൻ എന്താ പറയുക, അവസാന നിമിഷം വരെ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, നമുക്ക് നേടിയെടുക്കാനൊരു ചിന്തയുണ്ടെങ്കിൽ, ഭയങ്കരമായി വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ രാത്രിയും പകലും എൻ്റെ എന്ന് വെച്ചാൽ എല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ സമയം ഒട്ടും വൈകിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവസാനത്തെ നിമിഷം ഇല്ല, നിങ്ങൾ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇനി പഠിക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടൂലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എല്ലാവരും പഠിക്കുന്നുണ്ടാവും, ഞാൻ മാത്രം പഠിക്കുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയുള്ള ഒരു തോട്ട്സും, അതേപോലെ തന്നെ റിഗ്രറ്റ്സും, അയ്യോ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വിഷമമാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേക്കും. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഏകദേശം നോക്കിക്കഴിഞ്ഞതേ ഇനി ഒരു 20 ദിവസം കൂടെ കാണും, 25 ദിവസം കൂടെ കാണും. നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ ഒരു ചിന്ത വെച്ചിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ താഴോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്ത് താഴെ കുഴിയിലോട്ട് വലിച്ചിടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സോ അവോയ്ഡ് റിഗ്രറ്റ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങളും നിങ്ങളുടെ ബുക്സും മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് അപ്പം അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഉറക്കം ആയിക്കോട്ടെ. ഉറക്കം എന്ന് പറയുമ്പോൾ ഒരു ദിവസം മൊത്തം ഉറങ്ങാതിരിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ആവശ്യത്തിന് ആക്കുക ഇനി ഒരു കാരണം നമുക്കത് നേടിയെടുക്കാനുള്ള കാര്യമാണ്, വല്ലവനും കൊണ്ടുപോകേണ്ട കാര്യമല്ലല്ലോ, നിങ്ങൾക്കും അർഹതപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെക്കാളും നമുക്ക് ഫ്രണ്ട് വരണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾ എത്ര വർക്ക് ചെയ്യുന്നു അതിൻ്റെ എക്സ്ട്രാ വർക്ക് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ ഫ്രണ്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, ആ വണ്ടി 40-ലാണ് പോകുന്നത്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുന്നുണ്ട് 40-ലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? 50 അല്ലെങ്കിൽ 60 എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ വണ്ടീനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാനിവിടെ മീൻ ചെയ്തത്. നിങ്ങളുടെ മുമ്പിലുള്ള കുട്ടികളെ നിങ്ങൾ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മുമ്പിലുള്ള കുട്ടി എത്ര എഫേർട്ട് ഇടുന്നോ അതിനേക്കാൾ എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾ ഇടുക. സോ അതാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. എനിക്കിനി സിലബസിൻ്റെ കാര്യത്തിലോട്ട് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയവരാണ്, നിങ്ങൾ ഒരു തവണ NCERT റീഡ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ അത്യാവശ്യം കംപ്ലീറ്റ് ആയി എന്ന് നിൽക്കുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾ, നിങ്ങൾ ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ റിവിഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ പഠിച്ചത് നമുക്ക് ആ ഒരു സമയത്ത് ഓർമ്മ വരണം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് തവണ നമ്മൾ മറിച്ച് തന്നെ പോകണം. നമുക്ക് ആ ടെക്സ്റ്റ് തന്നെ കണ്ടുപോകണം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ക്വസ്റ്റ്യൻ ഒരു കമൻ്റായിട്ട് നിങ്ങൾക്ക് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു കുട്ടി ചോദിച്ചൊരു കാര്യമാണ്, ഏതോ ഒരു ക്രാഷ് കോഴ്സിലോ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ജോയിൻ ചെയ്തപ്പോൾ, അതേതാണെന്നും ആ കുട്ടി പറയുന്നില്ല, എനിക്കറിയത്തില്ല, അത് നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് NCERT ഇനി വായിക്കേണ്ട കാര്യമില്ല, നമുക്ക് ബുക്സ് ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽസ് വായിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ബയോളജിക്ക് അങ്ങനെ പറഞ്ഞത് ഞാൻ ഒരിക്കലും ആര് വന്നാലും അംഗീകരിച്ചു കൊടുക്കാത്ത കാര്യമാണ് ആ കാര്യം. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് NCERT ബയോളജി വായിക്കൂ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഞാൻ ചുമ്മാ എന്തായിരുന്നാലും വന്ന് പറഞ്ഞ് നിങ്ങളെ വഴിപിഴപ്പിച്ച് വിടേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഒരിക്കലും ചെയ്യരുത് അങ്ങനെ. ആര് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഞാനിപ്പം മെൻറ്റേഴ്സിൻ്റെ കാര്യം വെച്ച് ഞാൻ പറയുന്നില്ല, കാരണം അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവും. പക്ഷേ എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയത്തില്ല, ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കത്തില്ല. ബിക്കോസ് NCERT ബയോളജി തന്നെയാണ് ഏറ്റവും അവസാന ശ്വാസം വരെയും NEET UGക്ക് വായിക്കേണ്ടത്, അത് തന്നെയാണ് പഠിക്കേണ്ടത്. വേറെ ഒരു മെറ്റീരിയൽസും എനിക്കത് എഗ്രി ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്താണ് ബയോളജി പഠിക്കുന്നത്? NCERT ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് തന്നെയല്ലേ പഠിക്കുന്നത്? നമ്മൾ ഓൾറെഡി എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളത് വായിച്ച് നമ്മുടെ കണ്ണുകൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് പരിചയമായി ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ അവസാനത്തെ നിമിഷം വന്നിട്ട് ഈ മെറ്റീരിയൽസ് വായിക്കുവാണെങ്കിൽ ആ പേജുകളൊക്കെ, ഈ മെറ്റീരിയൽസിൻ്റെ പേജൊക്കെ നമുക്കൊരു പുതിയ പേജുകൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് പുതിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അതൊന്നും ഒറ്റയടിക്ക് അതൊന്നും ഓർമ്മയിരിക്കത്തില്ല. നമ്മൾ കണ്ട് പഴകിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പിന്നെയും ബ്രെയിൻ എന്ന് വെച്ചാൽ ഓക്കെ ഇതത് എന്ന് തിരിച്ചെടുക്കാനുള്ള കഴിവ് വരത്തുള്ളൂ. ഈ പെട്ടെന്നൊരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്കത് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ പുറകെ പോകരുത്. വെറുതെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾ ഈ അവസാനത്തെ സമയത്ത് കാണിച്ചു കൂട്ടരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ റിവൈസ് ചെയ്യുക, മാക്സിമം നിങ്ങൾ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ടാർഗറ്റ് വെക്കുക, ഡെയിലി ടാർഗറ്റ്സുകൾ. അതായത്
ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഡെയിലി ടാർഗറ്റ്സ് വെക്കുക. നിങ്ങൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത് എന്ന് വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് വീക്ക്ലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങളത് റിവ്യൂ ചെയ്യാതിരിക്കരുത്. അത് റിവ്യൂ ചെയ്യണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റിപ്പോയോ, ക്വസ്റ്റ്യൻസ് തെറ്റിയോ, അതെന്തുകൊണ്ടാണ് തെറ്റിയത്, ആ കൺസെപ്റ്റ് ശരിയല്ലേ എന്നെങ്കിലും നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതൊരു കാര്യം. പിന്നെ എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ലെസ് ദാൻ 60%, 50%-ൻ്റെ ആ ഒരു റേഞ്ചിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബയോളജി ഫോക്കസ് ചെയ്യുക. ബയോളജി ഫിനിഷ് ചെയ്യുക. കാരണം ബയോളജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ബയോളജി ചതിക്കത്തില്ല. കാരണം ഇവിടെ പ്രോബ്ലം സോൾവിങ് ഇല്ല. നിങ്ങൾ എന്താണോ പഠിച്ചത് അതേ സാധനമാണ് അവരുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണോ NCERT കാണുന്നത് അതിൽ നിന്ന് ഒരു സെൻറ്റൻസ് എടുത്തിട്ടാണ് അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. സോ 360 നിങ്ങൾക്ക് ബയോളജി മാത്രം ഫോക്കസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് 320 മേലെ മേടിക്കാൻ കഴിയും. ഒരിക്കലും നമുക്ക് ഫുള്ള് മേടിക്കാൻ നമുക്ക് കഴിയത്തില്ല. അത് കഴിയുന്നത് വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വലിയ ടോപ്പേഴ്സ് റേഞ്ചിൽ വരുന്നവർക്കായിരിക്കും ഈ പറയുന്ന 350 ആ ഒരു റേഞ്ച്. അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല എന്ന് അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ആൾക്കാർക്കും നമുക്ക് 320+ വരെ സ്കോർ ചെയ്യാൻ പറ്റും. നല്ല ഒരു ഡീസൻറ്റ് റാങ്ക് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. സോ ആദ്യം നിങ്ങൾ ഫ്രഷറായിട്ട് ഇരിക്കുവാണ്, +2 കഴിഞ്ഞവരാണ്, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ ഒരിടത്തും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ബയോളജി മാത്രം ഫോക്കസ് ചെയ്യുക ആദ്യം. അതിൻ്റെ കൂടെ തന്നെ ബയോളജിയുടെ ആർക്കെങ്കിലും ക്രാഷ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാം. എൻ്റെ ക്രാഷ് കോഴ്സിൽ ഞാൻ ഒരു മെറ്റീരിയൽസും ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് NCERT തന്നെയാണ്. എൻ്റെ ലൈൻ ബൈ ലൈൻ NCERT ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ ഓൾറെഡി ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ NCERT നിങ്ങളുടെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസുകൾ, നമ്മൾ അവസാനത്തെ നിമിഷം എല്ലാ ലൈൻസും പഠിക്കാൻ പോയി പെർഫെക്ഷനിസ്റ്റ് ആവാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് ചിന്തിക്കണം. സോ NCERT പ്രീവിയസ് ഇയേഴ്സായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സെൻറ്റൻസുകൾ, അത് പഠിക്കാനുള്ള നിമോണിക്സുകൾ, അത് മാത്രമേ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൂടുതൽ കൺസെപ്റ്റിൻ്റെ അകത്തോട്ട് അങ്ങ് പോകുന്നുമില്ല, എന്നാൽ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ ബയോളജി ക്രാഷ് കോഴ്സ് എടുത്തിരിക്കുന്നത്. അത് 24 മണിക്കൂറിലാണ് ക്രാഷ് കോഴ്സ് തീരുന്നത്. എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോസ് ഏകദേശം 45 മിനിറ്റോളമാണ് വരുന്നത്. ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് എത്ര തവണ ഈ ബയോളജി പഠിക്കാൻ പറ്റും? ഈ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര തവണ റിവൈസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യുക. ആർക്കെങ്കിലും അത് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നീറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അത് എൻറോൾ ചെയ്യാവുന്നതാണ്. സോ എനിക്കതിനെപ്പറ്റി പറയാനല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളത് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ട് പോവുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQസും ചാപ്റ്റർ വൈസും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും, നിങ്ങൾക്ക് 320+ സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ കൂടെ നിങ്ങൾ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ലാസ്റ്റ് ഇയർ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ വർഷവും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ബിക്കോസ് എൻ്റെ കണ്ടൻറ്റിൽ ഞാൻ ഭയങ്കര എൻ്റെ പഠിപ്പിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. പക്ഷേ എന്താ ചെയ്യുക? സോ അതൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബയോളജി ആദ്യം ഫോക്കസ് ചെയ്യുക. ഒരിടത്തും ഫ്രഷറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയുടെ അടുത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ലെസ് ദാൻ 50% സിലബസ് കംപ്ലീറ്റ് ആയി അങ്ങനത്തെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ അടുത്താണ് ഞാനത് പറയുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, April 27 ശേഷം നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുക. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടൈമിൽ നിങ്ങൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണെന്നറിയാവോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ മോക്ക് ടെസ്റ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. ബയോളജി നമ്മൾ ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾ പക്കയായി. ബിക്കോസ് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യണം. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു April 27 കൊണ്ട് നിങ്ങൾ ക്ലാസ് പക്കാവുക, ബയോളജി പക്കാവുക. അത് കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചു നോക്കുക. ബയോളജി ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിറ്റ് ടെസ്റ്റോ അങ്ങനെ നമ്മൾ മാക്സിമം MCQs ചെയ്യാന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. ലെസ് ദാൻ 50%, 60% സിലബസ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്കോർ ചെയ്യാനുള്ള ഒരു ഡീസൻറ്റ് സ്കോർ ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. ഓക്കെ അത് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.